ക്രിസ്തുജ്യോതി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് മനസ്സിൻ്റെ താളം തെറ്റി ഒരു അമ്മ ധ്യാനിക്കാൻ വന്നു. അമ്മയെന്ന് പറയുമ്പോൾ 40-45-50 വയസ്സേ വരുള്ളൂ. ഭാര്യയും 3 മക്കളും ഭർത്താവുമായി ഗാഢമായ സ്നേഹത്തിലായിരുന്നൊരു കാലഘട്ടം. 2 മക്കളും ഭർത്താവുമായിട്ട് ബാംഗ്ലൂരിലേക്കുള്ള കാർ യാത്ര. ഈ സ്ത്രീ ഉറക്കം ഒഴിഞ്ഞിരുന്ന് കൂടെ ഫോൺ ചെയ്യും, എവിടെത്തി എന്ന്. വെളുപ്പാൻ രാവിലെ 3 മണിയായ സമയത്ത് ഫോണൊന്നും വരുന്നില്ല, വെപ്രാളമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്ന വാർത്ത, ആ യാത്രയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. സ്പോട്ടിൽ മക്കളും ഭർത്താവും മരിച്ചു. മനസ്സിൻ്റെ താളം തെറ്റി. അനേകർ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മോൻ മാത്രമേ പിന്നീട് ശേഷിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, സഹോദരി, ഈ മാനസിക പീഡയിൽ നിന്നും നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ലോകത്തിലൊരു മെഡിസിനുമില്ല. എന്നാൽ സ്വർഗത്തിന് ഒരേ ഒരു മെഡിസിനുണ്ട്, ക്രിസ്തുവാണ്, പരിശുദ്ധ അമ്മയാണ്. ഒടുവിൽ ആരാധന കഴിഞ്ഞ്, ആന്തരിക സൗഖ്യ ആരാധന കഴിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ആ വേദന മുഴുവൻ പറിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഈശോനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. സ്വസ്ഥമായി, ശാന്തമായി. ഇതുപോലെ ഒരുപാട് വേദനകൾ. 8 വയസ്സിൽ എൻ്റെ അപ്പൻ്റെ വേർപാട് എന്നെ വല്ലാതെ തളർത്തിയ കാലഘട്ടം ഏറെയായിരുന്നു. ഒരുണ്ട പുട്ടുവാരി വായി വെച്ച് തരാൻ പറ്റാതെ തളർന്നുപോയ കൈകളുമാണ്. 27 വയസ്സ് വരെയും ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കരയാറുണ്ടായിരുന്നു. നവീകരണത്തിൽ വന്നതിന് ശേഷവും അപ്പനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദുരിതമുണ്ടാകില്ലല്ലോ, അപ്പനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കഷ്ടപ്പാടുണ്ടാകില്ലല്ലോ, അപ്പനുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആകില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഒരു സ്വരം എന്നോട് കേൾപ്പിക്കുന്നത്. മോനെ, നിനക്ക് ജന്മം നൽകാൻ വേണ്ടി ഞാൻ എൻ്റെ മകനെ അങ്ങോട്ട് അയച്ചു. നിനക്ക് ജന്മം നൽകിയതിന് ശേഷം ഞാൻ എൻ്റെ മകനെ എൻ്റെ കൂടെ കൊണ്ടുപോയാ. ഇനി മുതൽ നിൻ്റെ അപ്പൻ ഞാനാണ്. അതെനിക്ക് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പറിച്ചെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ കണ്ടൊരു ദർശനമായിരുന്നു. എൻ്റെ അപ്പനും ഈശോയും കൂടെ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ പിന്നീട് 3/4 മണിക്കൂറോളം നിലവിളിയായിരുന്നു. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ അപ്പനെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ തളർത്താറില്ല. ഞാൻ പിന്നീട് അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നിലവിളിക്കും, അപ്പാ എന്ന് വിളിച്ച് യേശുവിനെ. യേശു എൻ്റെ അപ്പനായി മാറുകയായിരുന്നു.